നമസ്കാരം. നമ്മൾ വേടനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേടൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ദളിത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദളിത് പൊളിറ്റിക്സ് എന്നുള്ള വിഷയം നമ്മൾ എടുത്തേ പറ്റൂ. അത് ശരിക്കും പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ രാഷ്ട്രീയം അങ്ങോട്ട് സൂഹിക്കുന്നില്ല. അതൊരു സത്യമാണ്. ഇതിപ്പം വേടനെ മാത്രമല്ല, ഇതിനു മുന്നേ കലാഭവൻ മണിക്ക് പോലും ഒരുപാട് അയാളുടെ കൈ കിടക്കുന്ന അതാണ്, മറ്റേതാണ്, പുലിയാണ്, മറ്റേതാണ്, പൂച്ചയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടുണ്ടാക്കി. നമുക്കത് അറിയില്ല, നമുക്കത് ഓർമ്മയില്ല. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഈ പുലി സംഭവമായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുലിപ്പല്ലിടുന്നുണ്ട്. നമ്മുടെ അഖിൽ മാരാർ, ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല, അത് തപ്പാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. പുള്ളി ദുബായിൽ നിന്ന് ഒരു കടയിൽ നിന്ന് പുലിപ്പല്ല് മാലയാണ് ധരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതിനെതിരെ കേസെടുക്കുന്നില്ല? അപ്പോൾ അവിടെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമമല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പുള്ളിക്കെതിരെ ഒരു കേസ് എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല? അപ്പോൾ ഇദ്ദേഹത്തെ പെടുത്തണം. ഇദ്ദേഹത്തിനെ കഞ്ചാവ് കേസിൽ പിടിച്ചു. അതൊരു ചെറിയ കേസാണ്, ചെറിയ 6 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ജാമ്യം അനുവദിച്ചു വിടണം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുവരണം. ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയാണ്. ഡസ്പി എന്ന് പറഞ്ഞൊരു ആൾ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊപ്പി. ഇപ്പം തൊപ്പിയും ഡസ്പിയൊക്കെ എടുത്ത് തോട്ടിക്കളയുകയും നമ്മൾ ഇദ്ദേഹത്തെ നമ്മുടെ ഈ വേടനെ എടുത്ത് മുന്നിൽ വെക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. കാരണം വേടൻ എപ്പോഴും പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ പൊളിറ്റിക്സ് കാണുക, മക്കളെ നിങ്ങൾ ന്യൂസ് കേൾക്കുക, മക്കളെ നിങ്ങൾ എപ്പോഴും പത്രം വായിക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് ഒരിക്കലും ന്യൂസ് പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ആര് ഭരിക്കണമെന്നൊന്നുമില്ല. ആരാ ഭരിക്കുന്നത്? നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, ആ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ അവിടെയാണ് വേടൻ്റേതായ സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് വേടൻ മക്കളെ നിങ്ങൾ പൊളിറ്റിക്സ് കാണുക. അവിടെയാണ് നമുക്ക് വേടനോട് ബഹുമാനം തോന്നുന്നത്, വേടനോട് ഇഷ്ടം തോന്നുന്നത്. വേടൻ്റെ പൊളിറ്റിക്സ് എന്തും ആവട്ടെ, പക്ഷേ വേടൻ പുതിയ തലമുറയെ അതായത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന പുതിയ തലമുറയെ ഉത്തേജിപ്പിക്കുകയും എല്ലാവർക്കും പൊളിറ്റിക്സിനോടും, അല്ലെങ്കിൽ ഇപ്പോൾ വ്യവസായങ്ങളെ എതിർക്കണം, പൊളിറ്റിക്സിനെ എതിർക്കണം, മതങ്ങളെ എതിർക്കണം, മത മേലധിഷന്മാരെ എതിർക്കണം, ഇതിനെല്ലാം എതിർക്കണം. ഇങ്ങനെ എതിർത്തെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഒരു തലമുറ. ആ തലമുറയെ വാർത്തെടുക്കാൻ വേടൻ ശ്രമിക്കുന്നുണ്ട്. ആ വേടൻ്റെ ആ ഒരു രാഷ്ട്രീയം, അതാണ് എനിക്ക് വേണ്ടത്. അതാണ് വേടൻ നമ്മുടെ സ്വന്തം ആളാണെന്ന് ഞാൻ വേടനെ ഇഷ്ടപ്പെടുന്നതും എൻ്റെ കാഴ്ചപ്പാടിലെ വേടനും അതാണ്. അപ്പോൾ വേടനെതിരെയുള്ള ഈ ഒരു കേസ് നിസ്സാരമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് ഇല്ലായ്മ ചെയ്യാവുന്നു. പക്ഷേ ഇവരിത് പെടുത്താനാണെങ്കിൽ പെടുത്താം. കാരണം പുലി ഒരിക്കലും ഒരു ഡൊമസ്റ്റിക് അനിമൽ അല്ല. കാരണം പുലിയെ വളർത്താൻ ഒരു രാജ്യത്തും റൈറ്റ് ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം മോഹൻലാലിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അത് ഡൊമസ്റ്റിക് അനിമലാണ്. അത് ഒരു ആനയെ ലൈസൻസ് കൊണ്ടുവരാൻ ഇന്ന ആളുടെ ആനയാണ്, അത് മരിച്ചപ്പം എടുത്താണ്. പക്ഷേ ഇത് പുലിയെ വളർത്താൻ പറ്റില്ല. ഇദ്ദേഹത്തെ പെടുത്തുവാണെങ്കിൽ മനസ്സിലാക്കുക, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇഷ്ടമല്ല, ഇദ്ദേഹം സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.